ഇതൊരു അഡ്വർടൈസ്മെൻ്റ് അല്ല, ഇതൊരു വാണിംഗ് ആണ്. നിങ്ങൾ പുതിയൊരു ജോലി അന്വേഷിക്കുന്ന ആളാണെങ്കിലും നിലവിലെ ജോലിയിൽ നിന്നും ഒരു പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും നിങ്ങൾ അവഗണിക്കേണ്ട 3 കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്പർ 1, നിങ്ങളുടെ CV നിങ്ങൾ മന്ത്ലി അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങൾ ഫ്രഷർ ആണെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ CV ഉണ്ടാക്കുന്ന മറ്റൊരാളാണെങ്കിലും ഇത് മനസ്സിലാക്കിയിട്ട് വേണം ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട്. നമ്പർ 2, നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, നിങ്ങളുടെ ഇപ്പോൾ ജോലി സ്ഥലം, ജോലി സമയം, അതുപോലെ തന്നെ റെമ്യൂണറേഷൻ, ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ പെർഫോമൻസിലാണ്. അപ്പോൾ പെർഫോമൻസ് ബേസിൽ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ മോക്ക് ഇൻ്റർവ്യൂസ് നിർബന്ധമായി നിങ്ങൾ പങ്കെടുത്തിട്ട് മാത്രം നിങ്ങൾ ഒരു ഇൻ്റർവ്യൂവിന് അപ്പിയർ ആവുക. നമ്പർ 3, സ്കിൽ അപ്ഡേഷൻ. നിങ്ങളുടെ ഇൻഡസ്ട്രി ഏതാണോ, നിങ്ങൾ ഏത് സെഗ്മെൻറ്റിലേക്കാണോ ജോലി നോക്കുന്നത്, ആ സെഗ്മെൻറ്റുമായി ബന്ധപ്പെട്ട, ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുന്ന അക്കൗണ്ട്സ്, മാർക്കറ്റിംഗ് ആണെങ്കിലും ഏത് മേഖലയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് എന്നുള്ള ഒരു ധാരണയിൽ ഇരിക്കാതെ അവിടെ നിങ്ങൾ അപ്ഡേഷൻ നേടിക്കൊണ്ടിരിക്കുക. കാരണം നമുക്കിപ്പം ഒരു 5 days അല്ലെങ്കിൽ 10 days 1 month കോഴ്സുകൾ ഓൺലൈൻ ഓഫ്ലൈനൊക്കെ ഒരുപാട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മേഖല ഏതാണോ ആ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡീഷണൽ കോഴ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സിനാരിയോയിൽ നമുക്ക് നമ്മുടെ ടാലൻറ്റിൻ്റെ പുറത്ത് നമുക്കൊരു അഡീഷണൽ സ്കിൽ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിന് എപ്പോഴും നമുക്ക് സ്വീകാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകളാണെങ്കിൽ 1000-ഓളം വേക്കൻസികളുമായി ജെട്രേഡ് ജോബ്സ് ഇവിടെ വെയിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് പുതിയ ജോലി നേടാൻ വേണ്ടിയിട്ടോ ഇനിയിപ്പോൾ നിലവിലെ ജോലി അപ്ഗ്രേഡ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഉയർന്ന തൊഴിൽ അവസരം നോക്കി നിൽക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ജെട്രേഡ് ജോബ്സിൽ നിങ്ങൾക്ക് കടന്നു വരാവുന്നതാണ്. താങ്ക് യു.